MiG-29 UPGയെയും മിറാഷ് 2005നെയും മറികടക്കാൻ ഒരുങ്ങി ഇന്ത്യയുടെ മിനി റാഫേൽ. ഇന്ത്യൻ വ്യോമസേനയുടെ കാലഹരണപ്പെട്ട MiG-29 UPG മിറാഷ് 2005 ഫ്ലീറ്റുകളുടെ യഥാർത്ഥ പിൻഗാമിയായി തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് MK2 ഉയർന്നു വരുന്നു. ഇന്ത്യൻ പ്രദേശത്തിൻ്റെ സുരക്ഷയിൽ നിന്ന് മത്സരിക്കുന്ന വ്യോമാതിർത്തിയിലേക്ക് ആഴത്തിലുള്ള ഇടപെടലുകൾക്ക് സഹായിക്കുന്ന കഴിവുകൾ അവതരിപ്പിക്കുന്നതിനൊപ്പം വ്യോമ മേധാവിത്വം ധൈര്യമായി വിളിച്ചു പറയാൻ തയ്യാറാകുന്നു നമ്മുടെ സ്വന്തം തേജസ്. സങ്കീർണമായ ഏവിയോണിക്സിനും ആയുധങ്ങൾക്കും പേരുകേട്ട മിനി റാഫേൽ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന 4.5 ജനറേഷൻ മൾട്ടി റോൾ യുദ്ധവിമാനത്തിൽ ഗാലിയം നൈട്രൈഡ് അടിസ്ഥാനമാക്കിയുള്ള ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറും ദസവ് റാഫേലിനെ വെല്ലുന്നതോ മറികടക്കുന്നതോ ആയ ഒരു വെപ്പൺ സ്യൂട്ടും ഉണ്ടായിരിക്കും. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളുടെ അസ്ത്ര കുടുംബവുമായി ജോഡിയാക്കിയ ദീർഘദൂര റഡാറുകൾ ഉപയോഗിച്ച് അതിർത്തികൾ കടക്കാതെ തന്നെ ശത്രു ഫൈറ്ററുകളെ വേട്ടയാടുമെന്ന് തേജസ് MK2 വാഗ്ദാനം ചെയ്യുന്നു. ഇത് അതിൻ്റെ മുൻഗാമികളുടെ ഒരു പ്രധാന പരിമിതിയെ പരിഹരിക്കുന്നു. ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ വ്യോമ ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും ശത്രുക്കളുടെ ആകാശങ്ങളിൽ നുഴഞ്ഞുകയറ്റ ആക്രമണങ്ങളും പ്രതിരോധങ്ങളും സാധ്യമാക്കുന്നതിനുമായി യഥാക്രമം 1980കളിലും 2000ത്തിലും MiG-29 UPGയും മിറാഷ് 2005ഉം ഉൾപ്പെടുത്തി. എന്നിരുന്നാലും MiG-29 ഫ്ലീറ്റിൻ്റെ ആയുസ് 2030 വരെ നീട്ടുകയും 2035 ശേഷം മിറാഷ് 2005 ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയും ചെയ്യുന്നതിനാൽ 2028-29 ലക്ഷ്യമിട്ടിരുന്ന തേജസ് MK2ന്റെ ഉൾപ്പെടുത്തൽ സ്റ്റാൻഡ് ഓഫ് യുദ്ധക്കളത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പിൻവലിക്കുന്ന ഫ്ലീറ്റുകളുടെ ശൂന്യത നികത്താൻ പര്യാപ്തമാകുന്നു. MK2 വെറും ഒരു പകരക്കാരനല്ല, ഇതൊരു പരിണാമമാണ്. വായു മേധാവിത്വത്തെ ഒരു നെറ്റ്വർക്ക് ചെയ്ത ലോങ് ആം അഫെയർ ആക്കി മാറ്റുന്നു. ഈ ലോങ് ആം അഫെയർ എന്ന് സൂചിപ്പിക്കുന്നത് സുരക്ഷിത ആശയവിനിമയ ശൃംഖലകൾ വഴി മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കും സെൻസറുകളിലേക്കും കമാൻഡ് സെന്ററുകളിലേക്കും കണക്ട് ചെയ്ത് വലിയ ദൂരത്തേക്ക് ശക്തിയും സ്വാധീനവും പ്രോജക്റ്റ് ചെയ്യാൻ അനുവദിക്കുന്ന വിപുലമായ സംയോജിത സൈനിക ശൃംഖലയിൽ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കാനുള്ള യുദ്ധവിമാനങ്ങളുടെ കഴിവിനെയാണ് ഒരു ഫൈറ്റർ ജെറ്റിന്റെ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സമീപനം റിയൽ ടൈം കോർഡിനേഷനെയും അതായത് തത്സമയ ഏകോപനത്തെയും സമഗ്രമായ ബാറ്റിൽ ഫീൽഡ് വ്യൂവിനെയും എല്ലാം തന്നെ കൂടുതൽ നന്നായി പ്രവർത്തനക്ഷമമാക്കുന്നു. പ്ലാറ്റ്ഫോമിന്റെ രൂപകൽപ്പന ക്രോസ് ഇൻ ഡോഗ് ഫൈറ്റിൽ നിന്ന് അപ്പുറം ചക്രവാളങ്ങളിലെ ആക്രമണങ്ങളിലേക്ക് എങ്ങനെ മാറുന്നുവെന്ന് ഈ പരിണാമം എടുത്തു കാണിക്കുന്നു. തേജസ് MK2വിന്റെ മികവിന്റെ കാതൽ അതിന്റെ EAN അധിഷ്ഠിത AES റഡാറാണ്. ഇത് പാരമ്പര്യ ഗാലിയം ആർസനൈഡ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് മികച്ച പവർ ഔട്ട്പുട്ട്, റേഞ്ച്, റെസല്യൂഷൻ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. DRDOയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്ത ഈ റഡാർ 200 കിലോമീറ്ററിൽ കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തും. ഇത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾക്ക് നേരത്തെയുള്ള മുന്നറിയിപ്പും ഫയർ കൺട്രോളും പ്രാപ്തമാക്കും. ഏവിയോണിക്സിന്റെ കാര്യത്തിൽ തേജസ് റാഫേലിന്റെ ഓപ്പൺ ആർക്കിടെക്ചർ മിഷൻ കമ്പ്യൂട്ടറുകളുമായും സെൻസർ ഫ്യൂഷനുമായും പൊരുത്തപ്പെടുന്നു. 360 ഡിഗ്രി സാഹചര്യ അവബോധത്തിനായി അഥവാ സിറ്റുവേഷണൽ അവയർനെസ്സിനായി IRST EW സ്യൂട്ടുകൾ, ഡേറ്റ ലിങ്കുകൾ എന്നിവയിൽ നിന്നുള്ള ഡേറ്റ സംയോജിപ്പിച്ചിരിക്കുന്നു. തദ്ദേശീയ ജാമറുകളും ഡെക്കോയികളും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഫ്രഞ്ച് മാനദണ്ഡങ്ങൾക്ക് തുല്യമായി സ്വയം സംരക്ഷണം നൽകും തേജസിന്. ഇത് സർഫസ് ടു എയർ മിസൈലുകളിൽ നിന്ന് അതിജീവനം ഉറപ്പാക്കും. തേജസ് MK2വിലെ ആയുധ രൂപകൽപ്പന തേജസ് MK2വിനെ അതിന്റെ ആയുധ രൂപകൽപ്പനയിലൂടെ കൂടുതൽ ഉയർത്തുകയാണ്. ബ്രഹ്മോസ് NG, പൈസ് ബോംബുകൾ പോലുള്ള എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ 6.5 ടൺ വരെ ആയുധങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന 11 ഹാർഡ് പോയിന്റുകൾ. ഈ വൈവിധ്യം റാഫേലിന്റെ മൾട്ടി റോൾ തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പക്ഷേ 14.5 ടൺ ഭാരം കുറഞ്ഞ എയർ ഫ്രെയിമിൽ മികച്ച ചടുലതയും കുറഞ്ഞ പരിപാലന ചെലവും വാഗ്ദാനം ചെയ്യുന്നു.
കരിയർ പ്രവർത്തനങ്ങളിൽ റഫേൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും MK2വിൻ്റെ ഗ്രൗണ്ട് ഫോക്കസ്ഡ് ഒപ്റ്റിമൈസേഷനുകൾ ഭൂഖണ്ഡാന്തര ഭീഷണികൾക്കുള്ള ചെലവ് കുറഞ്ഞ പവർ ഹൗസാക്കി തേജസിനെ മാറ്റുന്നുവെന്ന് ചില സോഴ്സുകൾ പറയുന്നു. ചരിത്രപരമായി MiG-29 മിറാഷ് 2005ഉം വിഷ്വൽ റേഞ്ച് പോരാട്ടത്തിലും എസ്കോട്ട് ദൗത്യങ്ങളിലും മികവ് പുലർത്തിയിരുന്നു. എന്നാൽ ചെറിയ റഡാർ ഹൊറിസോണ്ടലുകളും മിസൈൽ എൻവലപ്പുകളും കാരണം യഥാർത്ഥ ദൃശ്യപരിധി ഇടപെടലുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തേജസ് MK2വിനെ അസ്ത്ര കുടുംബവുമായി സംയോജിച്ചിരിക്കുന്നു. തേജസ് MK2വിൻ്റെ ദീർഘദൂര റഡാർ വഴി സംയോജിപ്പിച്ചിരിക്കുന്ന ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ J-10CE അല്ലെങ്കിൽ ചൈനയുടെ J-20 പോലുള്ള ശത്രു വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്ന് വേട്ടയാടാൻ സഹായിക്കുന്നു. അത് ഒരു വലിയ കഴിവായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 2025 അവസാനത്തോടെ അസ്ത്ര MK2വിൻ്റെ ലൈവ് ഫയർ പരീക്ഷണങ്ങൾ നടക്കുമെന്ന് ചില സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നു. 2030ഓടെ പൂർണ്ണമായ MK2 സംയോജനത്തോടെ 6 സ്ക്വാഡ്രണുകളിലായി 120 മുതൽ 180 വരെ തേജസ് MK2 യൂണിറ്റുകൾ എന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പദ്ധതിയുമായി ഇത് പൊരുത്തപ്പെടുന്നു.